നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും, രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കാൻ എടുത്ത ആ ചിന്താഗതിയെ ഒരു രാഷ്ട്രീയ മീമാംസക എന്ന നിലയിൽ, ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ അപജയത്തിൻ്റെ ആരംഭമല്ല, അവസാനമായി. കാരണം 543 പാർലമെൻറ്റ് മണ്ഡലമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് അവർ ചിന്തിക്കുന്ന, ജനങ്ങളിൽ ചെറിയ വിഭാഗം ചിന്തിക്കുന്ന രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഹിന്ദു ബ്രാഹ്മണൻ എന്ന് അഭിമാനിക്കുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് 541 മണ്ഡലമുള്ളതിൽ നിന്ന് മാറി ഈ കൊച്ചു കേരളത്തിലെ ഒരു ആദിവാസി കൂടിയുള്ള മേഖലയിൽ മുസ്ലിം ഭൂരിപക്ഷം മാത്രമല്ല, മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള ഒരു മേഖലയിൽ വന്ന് മത്സരിച്ച് ജയിച്ചു, അർമാദിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി 542 സീറ്റും ഞങ്ങൾക്ക് സുരക്ഷിതമല്ല എന്ന് നിങ്ങൾ രേഖാമൂലം തെളിയിച്ചില്ലേ? കോൺഗ്രസിൻ്റെ നെറികെട്ട നേതാക്കളെ, ബുദ്ധിശൂന്യരെ, ഈ കേശൂർ ഉൾപ്പെടെയാണ് ബുദ്ധിശൂന്യരെ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ രാഷ്ട്രമീമാംസ ഉണ്ടായതെങ്കിൽ ഈ പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ കോടികൾ ഇതല്ല, രാഷ്ട്രീയപരമായി ചിന്തിക്കണം. രാഷ്ട്രീയ മീമാംസകനായിരിക്കണം ഒരു ദേശീയ നേതാവ്. അഥവാ നിങ്ങൾ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ, നിങ്ങൾ തിരുവനന്തപുരത്ത് മത്സരിക്കായിരുന്നു, അവിടെ ഹിന്ദു മേഖലയാണ്, ഇടുക്കി പോയി ക്രിസ്ത്യൻ മേഖല മത്സരിക്കുക, അല്ലെങ്കിൽ എറണാകുളത്ത് മത്സരിക്കാതെ ഈ മുസ്ലിങ്ങൾ മേഖല തിങ്ങിപ്പാർക്കുക, അത് ലീഗ് തിങ്ങിപ്പാർക്കുന്ന വയനാട് നിന്ന് മത്സരിച്ച് 4-5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം കിട്ടി. അത് അർമാദിച്ചു. ലീഗിൻ്റെ കൊടിയും ഒരു മിനി പാകിസ്ഥാനായിട്ട് കാണിച്ചു. ഇതെല്ലാം സംഘപരിവാർ നയിക്കുന്ന BJPയുടെ പ്രചരണ വിഭാഗം 1,000 ഇരട്ടി വലിപ്പത്തിൽ പ്രചരണം കൊടുത്തിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലെ വീടാന്തല്ല, വ്യക്തികൾ കൊണ്ട് ഇതിപ്പോൾ തന്നെ കൊച്ചു പാകിസ്ഥാൻ വരുന്നു, പിന്നെ ക്രിസ്ത്യാനിയും വരുന്നു. 2 കാര്യമാണ്. മൂത്രം കൊഴിക്കുകയും പിന്നെ ചാണകം തിന്നുന്നവർക്കൊക്കെ അതുപോലെ. അങ്ങനെയാണ് 50 സീറ്റ് കഴിഞ്ഞ മുമ്പിലത്തെ ഇലക്ഷൻ 2014, 2019, 2019 100 സീറ്റ് കിട്ടുകയാണ് കോൺഗ്രസ്. അത് 50 സീറ്റ് വാങ്ങാൻ ഈ ഒരു പ്രചരണം. 2024 വന്നപ്പോൾ ആ പ്രചരണം ഉണ്ടായില്ല. ലീഗ് ഒന്നും കാണിച്ചില്ല. വെറും ഒരു ബനിയനിട്ട രാഹുൽ ഗാന്ധി ചിത്രം മാത്രം. അവർക്ക് പിരിപ്പിക്കാൻ പറ്റില്ല BJPക്ക്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് അവർ വിചാരിക്കുന്ന, ജനങ്ങളിൽ ഒരു ഒറ്റം വിചാരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ മുസ്ലിം ലീഗിലെ കാലിനടിയിൽ വന്ന്, കാലിൻ്റെ ഇട എന്ന് പറഞ്ഞ ഭാഷ തെറ്റല്ലേ, രാഷ്ട്രീയ കാലിനടിയിൽ വന്ന് മത്സരിക്കേണ്ടി വന്ന് ഗതികേട് ഓർത്ത് അന്ന് ഞങ്ങൾ പറഞ്ഞു, ഇതൊരു നാണക്കേട്ട കാര്യം, നിങ്ങൾ നാശത്തിൻ്റെ ആരംഭം. കാരണം ബാക്കി 543 സീറ്റ്, 542 സീറ്റിലും 60 നിന്നാൽ ജയിക്കില്ലെന്ന് അവൾ തെളിയിച്ചില്ലേ, രേഖ പോലും. അന്നും KC വേണുഗോപാൽ നയിച്ചത്. അന്ന് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സിദ്ദീഖിന് കൊടുത്ത സീറ്റാണത്. 20 സീറ്റ് പങ്കിട്ടതിൽ 1 സീറ്റ് തിരികെ കയറ്റി മുസ്ലിങ്ങൾ കൊടുത്താണ് സിദ്ദീഖിന്. അവസാനമാണ് പെട്ടെന്ന് സിദ്ദീഖിനെ മാറ്റി രാഹുൽ ഗാന്ധി കൊണ്ടത്. അന്ന് മരിച്ചുപോയി ഉമ്മൻചാണ്ടി പറയാതിരിക്കാൻ പറ്റാത്ത എമ്മാടുന്നതിന്. അന്ന് ഉമ്മൻചാണ്ടി ഭാഷ അറിയോ? അത് നിങ്ങൾ 6 മാസം തീരുമാനിച്ച രാഹുൽ ഗാന്ധി. 6 മാസം തീരുമാനിച്ച പിന്നെ എന്താ സിദ്ദീഖിനെ സീറ്റ് കൊടുത്തത്? അപ്പം ഈ സമുദായത്തെ എന്തു ചെയ്യാന്നറിയാം, ആർക്കും എന്തും തരാം. അത് ഒറ്റ കാരണം മുസ്ലിം ലീഗ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ വാര്യംകുന്നത്ത് കുഞ്ഞമ്പത് ഹാജി ഇപ്പം പുകഴ്ത്തി സിനിമ എടുക്കാൻ എടുക്കുന്ന ഒരു നാലമ്പാട്ട ഹീറോ. സ്വന്തം ജീവൻ കളയാൻ വലിയ കഴിവൊന്നും വേണ്ടെന്നേ. ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിവുണ്ട് വേണം. ഈ വാര്യംകുന്നത്ത് ഹാജി എന്ന് പറഞ്ഞ ആൾ മലബാറുകാരനാണ്.
ആത്മാർത്ഥനാണ്, സത്യസന്ധനാണ്, ബ്രിട്ടീഷ് നെഞ്ച് കാണിച്ച് വെടിയേറ്റ് മരിച്ചാണ്, അതൊക്കെ ശരിയായിരിക്കാം, അല്ല ശരിയാണ്. പക്ഷെ അദ്ദേഹം വിചാരിച്ച് കുറെ ആൾക്കാരെ കൊല്ലാതിരിക്കാൻ പറ്റുള്ളൂ. ഇത് മുസ്ലിങ്ങളും കുറച്ച് മരിച്ച്, ഹിന്ദുക്കളും മരിച്ച്, അദ്ദേഹവും മരിച്ച്. അതാണ് നാണ്യം. നിങ്ങൾ മഹാത്മാഗാന്ധി കണ്ടുപിടിക്കും. എന്താണ് മഹാത്മാഗാന്ധി സമാധാനമായിട്ട് ചിന്തിച്ചു? ജീവൻ കൊന്നും കൊടുത്തും ജയിക്കുന്ന ജയമല്ല. ആ വാര്യകുന്നകത്ത് ഹാജി പുകഴ്ത്തി പറയുന്ന ആൾക്കാർ ഇന്നും മലബാറിലുണ്ട്. ഞാൻ പുകഴ്ത്തി പറഞ്ഞ് തെറ്റെന്ന് പറയുന്നില്ല, അദ്ദേഹത്തെ ആത്മഹത്യ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ മണ്ടത്തരല്ലേ? അതിന്റെ ബാലൻസ് മുസ്ലിങ്ങളാണ് ഇന്നും മലബാറിൽ കാണുന്നത്. ഒരു പറ്റം മുഴുവല്ല. അതിനർത്ഥം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേര് മാറ്റാൻ പറഞ്ഞ് എത്ര കാലമായി. ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗ് എന്ന പേരിൽ വന്ന് ജയിച്ച് ഭരണം മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ആ മുസ്ലിങ്ങൾക്ക് എല്ലാവരും ഭയവും പേടിയൊക്കെ. ഷാജി എന്താ പറഞ്ഞത്? രാഷ്ട്രീയക്കാരാണ്, മണമത്തമാണ് പറഞ്ഞൊക്കെ ആ തെമ്മാടുത്തരുത് പ്രസംഗം ചിലപ്പോൾ ജയിച്ചില്ലേ? ഇല്ല, ഞാൻ മദനി സാഹിബിനെ കുറിച്ച് പറഞ്ഞു. മദനി സാഹിബ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചപ്പോൾ അപ്പോഴും ആ മുസ്ലിംകാരുടെ അല്ലെങ്കിൽ ആ മുസ്ലിം ഒരു പുരോഹിതന്റെ സ്റ്റാൻഡ് രീതി ഇട്ട് ഒട്ടും മാറിയില്ല. അതുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞു പോയി. ക്ലോസ് ഫോൾ. ഷാജിയോ? കാരണം കുഞ്ഞാക്കേടും തങ്ങളൊക്കെ ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ ആ പേരൊന്നും മാറ്റി ദേശീയതായിൽ വരൂ. ദേശീയതായിൽ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കിന്ന് കേരളത്തിൽ മുഖ്യമന്ത്രി ആരെയും ആശ്രയിക്കണ്ടായിരുന്നു. ഇപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്, ആ നിലപാടുണ്ടല്ലോ, നിങ്ങളുടെ എല്ലാ മഹത്വം കളഞ്ഞു വിളിക്കുകയാണ്. മുസ്ലിം ലീഗ് എല്ലാവർക്കും പറ്റുകയാണെന്നൊക്കെ പറഞ്ഞത് കാരണം ഇപ്പം പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽ മാറി ചിന്ത. ഇപ്പം മുസ്ലിം തീവ്രവാദികളും മുസ്ലിം ജിഹാദികളുമാണ് രമേശിനെ സതീഷെ പൊക്കി പിടിക്കുന്നതിൽ പ്രചരണം വന്ന് അത് വലിയ പ്രചരണമായത്. ഇവിടെ സംഘപേരും ക്രിസ്ത്യൻകളും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അത് വലിയ പ്രചരണം കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്തൊട്ട് ഈ സതീഷ് നാറി, മുസ്ലിം ലീഗ് നാറി, കോൺഗ്രസ് നാറി. മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമില്ല. സതീഷ് വേണമെന്ന് കടുംപിടുത്തം കാര്യമില്ല. സതീഷ് ഇല്ലെങ്കിൽ ഞാനില്ല, ഞങ്ങൾ മന്ത്രിസഭ ഇല്ല എന്നും സതീഷ് ഒറ്റക്ക് ഭരിക്കട്ടെ എന്നൊക്കെ വരാതെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ സലാമിനെ കൂടി പറയിപ്പിച്ചില്ലേ? അതൊക്കെ ബുദ്ധിമോശമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, തേങ്ങ എത്ര അരച്ചാലും കറി താളാണെങ്കിൽ അതിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ പൊങ്ങച്ചം പറഞ്ഞാലും വോട്ട് കിട്ടിയാലും നിങ്ങൾ ആ ജാതി പേര് ഉയർത്താലും നിങ്ങൾ സെക്കൻഡായിട്ട് കണക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ദേശീയതയിൽ കണക്കാക്കാൻ പറ്റില്ല. മറ്റ് അമുസ്ലിങ്ങൾക്ക് ഭയമാണ് വാസ്തവത്തിൽ. നിങ്ങൾ നിങ്ങളുടെ ഗ്യാങ് എന്നാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ വന്നില്ലേ? സത്യം പറയാതിരിക്കാമല്ല, ആ ജമാഅത്ത് ഇസ്ലാമി പുകഴ്ത്തി അല്ലെങ്കിൽ വലിയ പൊക്കി നടന്ന സതീശൻ നിർത്തണം. ജമാഅത്ത് ഇസ്ലാമി ഞാൻ വിമർശിക്കാറില്ല പരസ്യമായിട്ട്, പക്ഷെ ഞാൻ ഇഷ്ടപ്പെടില്ല. എന്നറിയോ, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിൻ്റെ പറഞ്ഞാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ CB സ്റ്റുഡൻറ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, CB എന്ന സംഘടന. അതിൽപ്പെട്ടാണ് KT ജലീലേക്ക്. അപ്പോൾ സംഘം ഒരു എന്ത് പറഞ്ഞു? ഇസ്ലാമിന് അന്ത്യവും ഇന്ത്യയിൽ തന്നെ. വല്ല കാര്യമുണ്ടോ? അതേ സമയത്ത് മാനവമോചനം ഇസ്ലാമിലൂടെ ഒരു മുദ്രാവാക്യമായിരുന്നെങ്കിലോ ആരും എതിർക്കില്ല. ഇപ്പോൾ ഞങ്ങൾ എത്ര ഞങ്ങളോട് ലോക ജനസംഖ്യാനുവാദി സംവരണം വേണം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ജാതി മതമല്ലോ ഉണ്ടോ? എല്ലാവർക്കും നീതി ലഭിക്കണം, പോയി സബ്ജക്റ്റ്, അതിൽ ജാതി മതമല്ലോ ഉണ്ടോ? ഞങ്ങൾ ജലീലൊക്കെ പറയുന്നത് കൂടുതൽ ഞങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ അർത്ഥമുണ്ട്. പക്ഷെ പറയുന്ന ഭാഷ വ്യത്യാസമാണ്. കാരണം മാധ്യമത്തിൽ വാർത്ത വരാറുണ്ട്, ചന്ദ്രികയിൽ വരും. ചന്ദ്രിക വായിച്ച പറഞ്ഞാൽ ആ ജാതി എടുത്തു കാണിക്കും, മാധ്യമത്തിൽ വന്നാൽ അത് ജാതി എടുത്തു കാണിക്കില്ല. ഭാഷ ഒരു പക്ഷേ ചന്ദ്രികകൾ തീവ്രമായിരിക്കും. അതുപോലെ ഭാഷാ ശൈലി നോക്കണം. മുസ്ലിം ലീഗിൻ്റെ സലാമിനെ കൊണ്ട് എന്നാൽ കോൺഗ്രസ് ഭരിച്ചു കാണിക്കി, അല്ലെങ്കിൽ ഞങ്ങൾ സതീഷ് ഇല്ലെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഞങ്ങൾ ഭരണത്തില്ല എന്നൊന്നും പറയാൻ ഘടകകക്ഷിക്ക് അവകാശമില്ല. പക്ഷെ ഘടകകക്ഷിക്ക് അവകാശമുള്ള എന്തറിയോ? ഇന്നയാള് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നിർദ്ദേശം, അഭിപ്രായം പറയാം. അത് രഹസ്യമായിട്ടായിരിക്കണം. ദേശീയ നേതൃത്വം കേരളത്തിൽ വരികയാണെങ്കിൽ അവരെടുത്ത് രഹസ്യമായിട്ട് പറയാവുള്ളൂ. പരസ്യമാക്കി പറഞ്ഞ് നിങ്ങൾ പരസ്യമാക്കി എന്ത് പറ്റിയറിയോ? പ്രചരണം മാറിപ്പോയി. ഇവിടെ കൊങ്കിയും ഒക്കെ വന്നപ്പോൾ രക്ഷപ്പെട്ട അവസാനം സതീശൻ ജിഹാദിയുടെ ആളാന്ന് പറഞ്ഞ് തെളിയിക്കുകയും ചെയ്തു. അതല്ല, സതീഷിന്റെ പേരിൽ മറ്റൊരു ആരോപണമുണ്ട്. ഏതാനും ദിവസം മുൻപ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കർണാടകയിൽ മംഗലാപുരത്ത്
NDA നേതാവ്, അത് മുസ്ലിം നേതാവ്, പണ്ട് ജനതാദൾ ലെസ്സിലായിരുന്ന പോയിട്ടുണ്ട്, എന്തോ തീരുമാനിച്ചു ഉരുട്ടി ആരോപണമുണ്ട്. അത് പുള്ളി മിണ്ടിയില്ല എന്നെ കുറിച്ച്. എന്താണ് പറയേണ്ടത്? എന്താണ് എൻ്റെ കാര്യം? ഞാൻ ഇന്ന ആവശ്യം പോയി, അവിടുത്തെ കോൺഗ്രസ് അറിയിച്ചില്ല, ഇവിടുത്തെ കോൺഗ്രസ് അറിയിച്ചില്ല. നിങ്ങൾ ഒറ്റക്ക് ചാർട്ടർ ഫ്ലൈറ്റ് ചെയ്ത് അവിടെ പോയി കണ്ട് എന്തിനു വേണ്ടി? ആരെ കാണാൻ? അദാനിയുടെ മകനെ ആളെ കണ്ടെന്നൊക്കെ പറയുന്നത്. കണ്ടെങ്കിൽ എന്തിനാണെന്ന് നിങ്ങൾ പരസ്യത്തിൽ പറയാത്തതിൻ്റെ ഉത്തരം പറയാത്ത എത്ര നാളെ ചർച്ചയായിട്ട്. അപ്പൊ സതീശനും ഈ മുസ്ലിം ലീഗിന്റെ മറ്റു പേര് നിൽക്കുന്നിടത്ത് നിന്നിട്ടില്ല. അഹങ്കാരത്തിന് ഭാഷ മനസ്സ് വരുന്നത്. ഞാൻ ഇന്നലെ സതീശനെ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ധർണ ഇരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് അങ്ങനെ ധർണയൊന്നും വേണ്ടെന്ന് അറിയിപ്പിട്ട് നമ്മൾ മാറ്റി വെച്ച് സതീശന് വാദിച്ചുമാണ്. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനിൽ, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിലയിൽ കുറച്ചു കൊടുക്കുമ്പോൾ ഒതുങ്ങണം. അതിലിപ്പോൾ ഇത് വന്ന് നിങ്ങൾ പല കക്കുന്ന MLA-മാരൊക്കെ കക്കുമ്പോൾ സതീഷ് പോയി അയാൾ കക്കാൻ പറ്റില്ല, അത് അവര് തീർക്കുന്നത്. എന്നാൽ കേന്ദ്രം ഇരിക്കുന്നത് കേസ് വീണാമല്ലോ, കയ്യിലപ്പോൾ കേന്ദ്രം തീർക്കാൻ പാടില്ലെന്ന് അറിയാം. അതുകൊണ്ടൊക്കെ അവർ തോന്നുന്നത്. അതും പരസ്യമായിട്ട് ചോദിച്ച റിപ്പോർട്ട് അപ്പം തന്നെ കേസ് വീണു കൊടുത്ത് അത് പരസ്യമാക്കി അത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നൊക്കെ പറയുമ്പോൾ അവർ നെറികേട വന്ന നേതാക്കൾ നെറികേട. അവരെല്ലാം കേസ് വേണുപോലെ ആളാ. കേസ് വേണുഗോപാലിന് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചിട്ട് തെറ്റൊന്നുമില്ല. ആഗ്രഹം ഉണ്ടായതെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, എന്നെപ്പോലുള്ള സാധാരണ വിഡ്ഢി ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങൾക്ക് വിഡ്ഢികളാണെന്ന് കൃഷിയിൽ വിഡ്ഢി ഭാഷയിൽ പറഞ്ഞാൽ, അദ്ദേഹം രാജസ്ഥാനിലെ രാജ്യസഭ മെമ്പറല്ലേ? ആ രാജ്യസഭ മെമ്പറായിരിക്കുമ്പോൾ രാജ്യസഭ മെമ്പർക്ക് ഏതെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടും, വഹിക്കാം. ഇനി രാഹുൽ ഗാന്ധി ആ ഇലക്ഷൻ 2014, 19, 24. അപ്പോൾ 2019 ഇലക്ഷനിൽ രാജീവ് ഗാന്ധി മന്ത്രിസഭ ഉണ്ടാക്കും എന്ന് വിചാരിച്ചാണ് ഈ പടുവിഡ്ഢികൾ പോയത്. ആകട്ടെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയാകാമല്ലോ. ഇനി അത് കിട്ടിയില്ല എങ്കിൽ 2.5 വർഷം കാലാവധി ഉണ്ട്. 2 വർഷം കഴിയുമ്പോൾ അസംബ്ലി ഇലക്ഷൻ കേരളത്തിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് അസംബ്ലിയിൽ മത്സരിച്ച് ജയിക്കാമല്ലോ. ജയിച്ച് നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആകാമല്ലോ. ആരെങ്കിലും പറയുമോ? ഇത് ഒന്നുമില്ല. MP-മാർ വേണ്ട എന്ന ഈ മണ്ടൻ രാഹുലും ഈ കേസ് വീണവരും എല്ലാം നെറികെട്ട ദേശീയ നേതാക്കൾ തീരുമാനിച്ചാണ്. ജയിച്ചു കഴിഞ്ഞപ്പോഴേ മുഖ്യമന്ത്രി ശ്രമിച്ച് തന്തയില്ലായ്മയിലോട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വഞ്ചനയില്ലത്. ആ പാർട്ടിയെ തകർക്കാൻ ചെയ്തല്ലേ? നിങ്ങളുടെ പുറകിൽ ആരാണ്, ഏത് കോടീശ്വരനാണെങ്കിലും അത് തകർക്കാൻ ചെയ്തല്ലേ? നേരെ പോയി ഇത്രയുള്ള വഴിയെടുപ്പുണ്ട്. ഗോവയിൽ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ നിങ്ങളെയും ഒരു പഞ്ചാബിനെ വിട്ടിലിടും. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളും കോൺഗ്രസ് ആണ് ഈ ഗോവയിൽ. നിങ്ങൾ അവിടെ ചെന്ന് വേണ്ട ഇതിൽ കൈകാര്യം ചെയ്ത് ഉറക്കം 11 മണിക്ക് ഫോട്ടോ ഇട്ട് വന്നപ്പോഴല്ലോ അമിത്ഷാ വന്ന് രാത്രി മന്ത്രിസഭ രൂപീകരിച്ച് പോയിടോ വീട്ടിയെ പരസ്യമായിട്ട് പോയി. ജനങ്ങൾ അറിയട്ടെ. പോയ വഴിക്ക് കേൾക്കുന്ന 5 കോടി വെച്ച് 2 കിഴി അക്കൗണ്ടിൽ ഏൽപ്പിച്ചാണ്. ആ തെണ്ടികൾ കൊടുത്തേക്കാൻ വേണ്ടി അമിത്ഷാ വന്നാണ്. പിന്നെ അവർക്കെന്താ? 5 കോടി കിട്ടി, മറ്റേ എല്ലാ സൗകര്യവും കിട്ടി, തിരിച്ചു പോന്നു. കോൺഗ്രസ് ഭരിച്ചില്ലേ? അവർക്കെന്താ? രാജസ്ഥാനിൽ എന്ത് പറ്റിയിടും? ആസാമിൽ ഇപ്പം എന്ത് പറ്റി? പശ്ചിമബംഗാളിൽ പറ്റി. പശ്ചിമബംഗാളിൽ നിങ്ങൾ എത്ര ശതമാനം വോട്ടർ കിട്ടിയ നിങ്ങൾ ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ട് ഷൈൻ ചെയ്യുന്നില്ലേ? പശ്ചിമബംഗാളിൽ നിങ്ങൾ വർക്ക് കിട്ടി എത്ര വോട്ട് കിട്ടി? 2% വോട്ട്. ആസാമിൽ അതുപോലെ ആസാം കിട്ടി വോട്ട് മുസ്ലിം മാത്രം വോട്ടാണ്. ഇപ്പോൾ അവിടെ മുസ്ലിം ലീഗ്, കോൺഗ്രസ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എല്ലാം ഒന്നുമില്ല, അതിലൊക്കെ മറ്റു പാർട്ടിയിലേക്ക് പോയി. വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ വിവേചനം അല്ലെങ്കിൽ ബോധമോ ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു സംസ്ഥാനത്തെ ഭരണത്തിൽ എടുക്കാന്നൊക്കെ അമിത്ഷായ്ക്ക് കണ്ടില്ലേ? കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എന്താണ് പണം, അത്യാവശ്യം പണം കണ്ട് പ്രധാനം വേണം. ഈ കേരളത്തിൽ മുഖ്യമന്ത്രി അതിൽ കവിഞ്ഞ് 1 ലക്ഷം കേസ് വേണമില്ല. സതീശനില്ല, രമേശനില്ല, ഒരു കോൺഗ്രസ് നേതാക്കൾക്കില്ല. കേരളത്തിൽ എങ്കിലും മുഖ്യമന്ത്രിയായിട്ട് അത് പേരെടുക്കണം. തീർന്ന് സമ്പാദിക്കാതെ ഇഷ്ടംപോലെ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭരണമൊന്നും ആവശ്യമില്ല, പേര് വേണം. മരിക്കും എന്താണ്? മുൻ മുഖ്യമന്ത്രിയായിട്ട് മരിക്കണം. അത് വേണ്ട മോനെ. കേസി രാഹുലിനെ പോലെ ഇത്രയും നട്ടില്ലാത്ത, വ്യക്തിത്വം ഇല്ലാത്ത ഒരാൾ പറയാതിരിക്കാൻ വയ്യ. എന്തെങ്കിലും ദേശീയ നേതാവിന് എന്തെങ്കിലും ലുക്കോ ഒരു അഭിപ്രായം വായി തോർക്കുന്നുണ്ടോ വ്യക്തമായിട്ട്? അത് ചെയ്യണം എന്ന് ആജ്ഞാപിക്കാനുള്ള ആജ്ഞാ പവർ ഈ മനുഷ്യന്റെ വായിൽ നിന്ന് ഇതൊരു വന്നിട്ടുണ്ടോ? സോണിയാഗാന്ധിയുടെ ഇത് വന്നിട്ടുണ്ടോ? പ്രിയങ്ക വിട്ടുകളയാ. ഇത്രയും കാലം നിങ്ങളവിടെ ഡൽഹിയിൽ ഇരുന്ന BJPക്ക് അധികാരം കൈമാറിയില്ലേ? അത് കൂട്ടുക ഉമ്മൻചാണ്ടി അല്ല ആന്റണി ഉണ്ടായില്ലേ 40 വർഷം. ഇപ്പൊ കേസ് വേണുഗോപാൽ ഉണ്ടായില്ലേ? കേസ് വേണുഗോപാൽക്ക് ആരുടെ നോമിനാ? ഞങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ കേരളത്തിൽ സഭയുടെയും
സംഘപരിവാറിൻ്റെ നോമിനാണ് കേസ് വേണുഗോപാൽ. ഇത് എത്ര കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടുണ്ട്? തകർത്ത് കളഞ്ഞില്ലേ ജനങ്ങൾ ഇത്ര കണ്ട്. പിണറായി സഖാവിൻ്റെ ഭരണത്തെ ദൂഷ്യം മനസ്സിലാക്കി വോട്ട് ചെയ്ത് കമ്മൂഷൻ വോട്ട് ചെയ്തിട്ട് ജയിപ്പിച്ചിട്ട് ഇത്ര ദിവസമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ സ്മരിക്കാൻ പറ്റും. ഇനി നിങ്ങൾ KPC പ്രസിഡന്റ് ആരും മന്ത്രിമാരാര് വഹിക്കും? അതിന് എത്ര ആൾ പഠിക്കും? ഇതൊക്കെ കഴിഞ്ഞാൽ ഫണ്ട് കിട്ടുമോ? നാണക്കിടന്നൊരു കണക്കുണ്ട്. കാരണം പിണറായി സഖാവിൻ്റെ ആ അഹങ്കാരവും ധിക്കാരവും ദാട്ടും ഒക്കെ മടുത്ത മുഖം കാണാൻ പോലും കേരള ജനത ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പരമാവധി ഒരു തട്ടി 102 സീറ്റും കിട്ടി. ഒന്നുകൂടി പിടിച്ചെങ്കിൽ ഒരു 110 സീറ്റ് കിട്ടിയേനെ. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാ. അത് കിട്ടിയപ്പോൾ കേസ് ആൾക്ക് ഐ ആം ദ കിങ്, ഞാൻ രാജാവ്, ഞാൻ ദൈവം, ഞാൻ വലിയ ആള്. എന്തെടോ വലിയ ആള്? നിങ്ങൾ കേരളത്തിൽ വന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഇവർ ഏതെങ്കിലും മണ്ഡലം ജയിക്കുന്നതൊക്കെ പറ്റുമോ? KC വേണുഗോപാൽ നിങ്ങൾ ഒറ്റയ്ക്ക് മുന്നണിയില്ലാതെ, ഈ ലീഗിൻ്റെയൊക്കെ മറ്റുള്ളവരൊക്കെ മുന്നണിയില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഏതെങ്കിലും സീറ്റിൽ ജയിക്കുമോ? ജയിക്കില്ല. ഇപ്പം നിങ്ങളുടെ ഒരു കളി അത് കോൺഗ്രസ് ഒരു നേട്ടമാകട്ടോ, അത് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മനസ്സുകൊണ്ട്. അറിയാം, മുസ്ലിം ലീഗ് ഇല്ലാത്തൊരു ഭരണം ലീഗിനെ മാറ്റി നിർത്താം, ബാക്കി ഭരിക്കുക, തോൽക്കട്ടെ. അതാണ് KC വേണുഗോപാൽ ആഗ്രഹിക്കുന്നത്. അത് കോൺഗ്രസ് നല്ലതാണ്. കാരണം ഈ മുസ്ലിം ലീഗിൻ്റെ കൂട്ടുകൾ നിങ്ങൾക്ക് ഒരു നേട്ടവും ഇന്ത്യയിലില്ല, ലീഗിനും ഇല്ല. ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്ത് ഒരു മെമ്പർ പോലും കോൺഗ്രസിനെ കൊണ്ട് കിട്ടുന്നില്ല. ലീഗിനെ കൊണ്ട് അവർക്കും നേട്ടമില്ല. അപ്പോൾ നിങ്ങൾ KC വേണുഗോപാൽ ഒരു കാര്യം പറയാൻ പറ്റിയ ഒരു സന്ദർഭം വന്നിട്ടുണ്ട്. അതും പറഞ്ഞുതരാം. മുസ്ലിം ലീഗോട് പറയണം, നിങ്ങളെ പേര് മാറ്റണം. മുസ്ലിം എന്ന പേര്, ജാതി പേരും, മുസ്ലിം എന്ന പേരല്ല ജാതി പേര്. മുസ്ലിം എന്ന മറ്റും മുസ്ലിങ്ങളെ ബുദ്ധിമുട്ടും. അത് മുസ്ലിം എന്ന പേരല്ല ജാതി പേരും മാറ്റി ഒരു ദേശീയതായുള്ള പേര് സ്വീകരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം എന്നൊന്ന് പറഞ്ഞു നോക്ക് സാറേ. എന്നിട്ട് പോട്ടെ. മുസ്ലിം ലീഗ് പോയാലും ഭയപ്പെടാനൊന്നുമില്ല. കാരണം ആകെയുള്ള മുസ്ലിങ്ങളിൽ 4-1 ലീഗിലില്ല. അതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സതീഷ് വലിയ ബുദ്ധിജീവിയാതല്ലോ. സതീഷ് എങ്ങനെയാണ് പിന്നെ ലീഗിൻ്റെ വായ്പെട്ടിയോ ഇത്? കാരണം ചിലവർ സപ്പോർട്ട് ചെയ്ത് അത് അപകട ഗുണത്തിൽ ദുഷ്ടി ചെയ്യും. മുസ്ലിം നിങ്ങൾക്ക് ഇത്രയും അധികമായി പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് സതീഷ് നിങ്ങളെ സംബന്ധിച്ച് ഗുണമല്ലായിരുന്നു അത്. മനസ്സിലായോ? ഞങ്ങൾ ധരിച്ചത് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തപ്പോൾ സതീഷ് ആയിക്കോട്ടെ, സതീഷ് തൃപ്തിപ്പെടുത്താം. പിന്നെ അയക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ വേണുഗോപാലും ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വേണുഗോപാൽ അനിൽകുമാർക്ക് എന്ന് ലീഗിനെ കണ്ടിട്ടു. അങ്ങനെയൊക്കെ ഞങ്ങൾ ധരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ചിന്ത തുവി തട്ടില്ലേ, നുവാദ അടിച്ചുകൊണ്ടില്ലെന്ന് കുഞ്ഞായി മുൻഷാൻ പറഞ്ഞ പോലെ സതീഷ് പിന്താക്കിയുണ്ട്. എന്നാൽ വേണുഗോപാൽ വന്നാൽ കുഴപ്പമില്ല. അതൊരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെയാണ് അങ്ങനെയൊക്കെ. ഇപ്പം വേണുഗോപാൽ ഒരു കാര്യം പറയാൻ നല്ലൊരു അവസരമാണ്. അത് മുസ്ലിം ലീഗോട് പറയണം. നിങ്ങൾ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ, ഇന്ത്യയിൽ UDF നിലനിൽക്കണമെങ്കിൽ, UDF ഉത്തരവാദിത്വം വളർന്നുകയാണെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഒന്ന് സഖ്യം മാറ്റണം. അത് മാറ്റാൻ ബുദ്ധിമുട്ടാൻ മാറ്റി ശരിയല്ല. മാറ്റാൻ നിങ്ങളെ പേരൊന്ന് മാറ്റുക, ജാതി പേരൊന്ന് മാറ്റുക. ധൈര്യമുണ്ടോ പറയാം സതീഷിനോ അല്ലെങ്കിൽ പിന്നെ വേണുഗോപാലിനോ? രമേശ് വിട്ടുകളയാ, രമേശൊക്കെ എന്ത് കാര്യം? സതീഷും വേണുഗോപാൽ ധൈര്യമുണ്ടോ മുസ്ലിങ്ങളോട് പറയാൻ? അല്ലെങ്കിൽ പോട്ട് നിൽക്കണം. 80 സീറ്റ് നിങ്ങൾക്ക് ഭരിക്കപ്പെടും. മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം, മുസ്ലിങ്ങളിൽ ഞാൻ നല്ലൊരു ശതമാനം 97% വോട്ട് ചെയ്തിട്ട് ഇത്രയും കിട്ടിയത്. അല്ല, മുസ്ലിം ലീഗ് നമ്മൾ 23 ലക്ഷമാണ് മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് ഉള്ളത്. ആ മെമ്പർഷിപ്പ് അവർക്ക് ആകെ അനുഭാവികളെ മെമ്പർഷിപ്പ് ഉള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 5 ലക്ഷമുള്ളൂ. ദേശീയ ലെവലിൽ 10 ലക്ഷമുള്ളൂ. ഇത്രയും വലിയ പാർട്ടി അവിടെ മെമ്പർ അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ ഓൺലൈൻ മെമ്പറാണ്. അങ്ങനെ 23 ലക്ഷം മെമ്പർമാരുണ്ടെന്ന് അവർ പറയുന്നത്. അത് മാക്സിമം അനുഭാവികളാണ്. അതാണ് പ്രവർത്തകർ ഇവിടെ. അപ്പോൾ 1 കോടി 20 ലക്ഷം ഉണ്ടെങ്കിൽ 90 ലക്ഷം മുസ്ലിം പുറകിലുണ്ട്. മുസ്ലിം ലീഗ് പുറത്താണ്. അവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഒരു സംശയം. ഞങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യാം. മുസ്ലിം ലീഗോട് ഞങ്ങൾക്ക് അതിർപ്പില്ല. പക്ഷെ മുസ്ലിം ലീഗ് ആ മുസ്ലിം എന്ന പേര്, ജാതി പേര് മാറ്റാതെ നമുക്ക് സഹകരിക്കാൻ പറ്റത്തില്ല. സങ്കടമുണ്ട്. എത്ര കൊല്ലമായി ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ അതൊന്നും മാറ്റി ദേശീയതായിൽ വന്നു നിൽക്കും. കോൺഗ്രസ് ഇത്രയും ഒരു ത്യാഗം സഹിക്കണ്ട. ഇത് കോൺഗ്രസ് ആവശ്യമില്ല ചെയ്ത ആൾക്കാണ് പബ്ലിക്കിന് മുമ്പിൽ. കാരണം കേരളത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, മാക്സിമം 3-2 ഭാഗം മുസ്ലിങ്ങളാണ്. അവരെയും കൂടി നിലനിൽപ്പും അവർക്ക് തൃപ്തി നോക്കണ്ടേ? അവർ തൃപ്തി നോക്കാനുള്ള എന്തെങ്കിലും സാധ്യത മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഉണ്ടായതെങ്കിൽ അവർ ആ ജാതി പേര് മാറ്റിയനെ. അവർക്കെല്ലാം വാരിക്കൊന്നിൻ്റെ കാര്യം എങ്ങനെ കളിച്ചാലും മലപ്പുറത്ത് 16 സീറ്റ് കിട്ടും.
അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമുണ്ടായി? 1940 തുടങ്ങിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് ഇന്ത്യയിൽ എവിടെ എത്തി? ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതംബന്ധിച്ചില്ലേ? എന്നിട്ട് അവർക്ക് അത് കുറ്റം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പരസ്യമായിട്ട് പറയാണ്, ചിന്തിക്കുന്നത് ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിൽ അമുസ്ലിം സമുദായത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ലീഗുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി മണ്ടത്തരം കാണിക്കില്ലേ? ഈ മുസ്ലിം എന്ന പദം ഉപയോഗിക്കുന്നത് മാത്രമാണ് കോൺഗ്രസ് ഇത്രയും ഞെരുങ്ങുന്നത്, കോൺഗ്രസ് ഇത്രയും കേൾവി ദോഷം ഉണ്ടാകുന്നത്. മറിച്ച് ദേശീയ തരം ഉണ്ടെങ്കിൽ ഇപ്പൊ കേരള കോൺഗ്രസ് വാസ് ക്രിസ്ത്യൻ പാർട്ടി എല്ലാവർക്കും അറിയാം, പക്ഷെ അവർക്ക് പേരിൽ കുഴപ്പമില്ല. ഇപ്പൊ BJP ഭാരതീയ ജനതാ പാർട്ടി എവിടെ ജാതി? ഇപ്പൊ തമിഴ്നാട്ടിൽ പാർട്ടി ഉണ്ടാക്കി, അതിലെവിടെ ജാതി? അയാൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു നായരും ഒക്കെ ആയിക്കോട്ടെ, അതല്ല വിഷയം. പാർട്ടിയുടെ പേര് പറയുമ്പോൾ അതിൽ ജാതീയത വരാൻ പാടില്ല, അതിൽ ദേശീയത വേണം, മതേതരത്വം വേണം. ഇത് മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ച് എല്ലാ നിലക്കും അവർ പെർഫെക്റ്റ് ആണ്, യാതൊരു സംശയമാക്കാത്തില്ല. ഈ ഷാജിയെ പോലെ കുറച്ച് എടുത്തുകാട്ടുകാരുണ്ടെന്നല്ല, വേറെ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യുന്നില്ലെന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കൂടിയുണ്ട്. ഇപ്പൊ മുസ്ലിം തെറ്റ് ചെയ്യാൻ സംഭവിച്ചു, പക്ഷെ തെറ്റിയില്ലെന്ന് പബ്ലിക്കിന് ബോധ്യപ്പെടുന്നില്ല. അവർ ഓരോ പ്രവർത്തനം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ KCB ഒരു കാര്യത്തിൽ വീണ് വന്നു, എന്തുമാകട്ടെ സതീശൻ അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലീഗോട് പറയില്ല. KCB വേണുഗോപാലിന് ദേശീയ നേതൃത്വത്തിൽ ധൈര്യമുണ്ടോ മുസ്ലിം ലീഗോട് പേര് മാറ്റാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നണി വിടാമെന്ന് ഒന്ന് പറഞ്ഞു നോക്കുന്നേ. എന്നിട്ട് പോണി 10 വർഷം ഭരണമില്ലായിരുന്നില്ലേ, 25 വർഷം ഭരണമില്ലാതിരിക്കട്ടെ, കുഴപ്പമില്ല. അല്ലാത്തത്ര കാലം കോൺഗ്രസ് ഒരിക്കലും കേരളത്തിൽ രക്ഷപ്പെടില്ല. ലീഗിന്റെ ഈ കെയർ ഓഫിൽ പറയാനില്ലാതെ ലീഗ് രക്ഷപ്പെടില്ല. ഞാൻ സിനിമാടി ഖദീജ, അന്ന് ഞാൻ പേര് ഖദീജ പെരുമ്പാവൂർ അശമന്നൂരുള്ള സ്ത്രീയാണ്. അവർ ഉമ്മച്ചി പരോപകാരിയൊക്കെ ആയിരുന്നല്ലോ, അവർ മരിച്ചു പോട്ടെ, അതുകൊട്ടെ. അപ്പോൾ അവരുടെ കീഴിൽ വന്നു പോയി സുധീർ സിനിമാട്. അത് സുധീർ രക്ഷപ്പെട്ടില്ല, അവർ മരിച്ചുപോയി, രണ്ടുപേരും മരിച്ചുപോയി. അതുപോലെ മുസ്ലിം ലീഗിന്റെ ഈ കെയർ ഓഫിൽ നിങ്ങൾ മാറിയില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും കേർത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. ലീഗിന്റെ കെയർ ഓഫിൽ നിൽക്കാൻ പറ്റുള്ളൂ. എത്ര മാസം നിൽക്കാൻ പറ്റും അങ്ങനെ? ഇപ്പൊ 3 സീറ്റായി BJPക്ക്. KCB വേണുഗോപാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പൊ കോൺഗ്രസ് BJP 3 സീറ്റായി, അടുത്ത 30 സീറ്റാവും, അടുത്ത 31 അല്ലെങ്കിൽ 36 ആകുമ്പോൾ അവർ ഭരണത്തിലും വരും. അപ്പൊ നിങ്ങൾ പൊടി തട്ടി അങ്ങോട്ട് പോവാം. പൊടി തട്ടി അങ്ങോട്ട് പോകാണെന്ന് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗോട് പറയേണ്ടത് നിങ്ങൾ ആ ജാതി മാറണം, ജാതി പേര് മാറ്റം, പാർട്ടിയിൽ നിന്ന്, മതത്തിൽ നിന്നല്ല, പാർട്ടിയിൽ നിന്ന്. അത് പറയാൻ ഏതെങ്കിലും ഒരു കുഞ്ഞ് കോൺഗ്രസ് ധൈര്യമില്ലെങ്കിൽ കഷ്ടമെന്ന് പറയുള്ളൂ. കോൺഗ്രസ് കാര്യം പറയാൻ സാധ്യമില്ല. കാരണം 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധി എന്ന പാവം അയാൾ വന്ന് ഈ വയനാട് മത്സരിച്ച് തന്നെ തീർന്നില്ലേ, കത്തികൾ തീർന്നില്ലേ. പിന്നെ പ്രിയങ്ക വിട്ടു. ഈ പ്രിയങ്കയ്ക്ക് വിചാരിച്ച് ഡൽഹിയിൽ ഒരു സീറ്റിൽ മത്സരിക്കാൻ പറ്റില്ലേ, UP പറ്റില്ലേ, ആന്ധ്രയിൽ പറ്റില്ല, ഒക്കെ പറ്റൂലേ. ഈ വയനാട് തന്നെ വേണോ? ഇപ്പൊ പിന്നെ പ്രിയങ്കയുടെ ഒരു അലട്ടും ഇപ്പൊ ഒരു ശൈലിയാണ്, അല്ലലും അലട്ടുന്നു. ആ അല്ലലും അലട്ടെന്നറിയോ? വയനാട് ഇനി മത്സരിക്കാൻ പറ്റില്ല ലീഗായിട്ട് പണിയി കഴിഞ്ഞാൽ. ലീഗിന്റെ വോട്ട് കൊണ്ട് നല്ല വയനാട് ജയിച്ചത്. ലീഗിന്റെ വോട്ട് ഉണ്ട്, മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ലീഗിന്റെ വോട്ട് കൊണ്ട് ജയിക്കുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ 65 സീറ്റുണ്ട്. 65 സീറ്റിലും 2 വർഷം മുമ്പ് ടൈമിൽ കോൺഗ്രസിന്റെ മത്സരിച്ച് അവിടെ മുസ്ലിം ലീഗിന്റെ ഭാഗം അവിടെ ഇല്ല. അവിടെ 50% മുസ്ലിങ്ങളാണ്. എന്നിട്ട് 5 പേരാകെ ജയിച്ചു കോൺഗ്രസിൽ, ബാക്കി 60 പേര് തോറ്റുപോയി. ശരിയാണോ സതീശ? അതിനർത്ഥം മുസ്ലിങ്ങളുണ്ട് അവിടെ, ലീഗരില്ല. ലീഗറിനെ അവർ വോട്ട് ചെയ്യുക, ഒരു തട്ടിപ്പും ചെയ്യില്ല. പറഞ്ഞാൽ അത് കുഴപ്പമില്ല. 99 10,000 ക്രിസ്ത്യാനി പോലും ഇല്ലാത്തടത്ത് നിന്ന് AK ആന്റണിയെ ജയിപ്പിച്ചതല്ലേ തിരുവരങ്ങാടിയിൽ നിന്ന്, അല്ല ഇപ്പൊ മറ്റേ ജോയിനെയും എടുത്ത്. അതുകൊണ്ട് ലീഗുകാർ ഗുണം പറഞ്ഞവർ ചതിക്കൊന്നുമില്ല. മറ്റേ കോൺഗ്രസിലെ ആൾക്കാർ പോലെ കാല് വരുന്നില്ല. ആ CPM എത്ര പ്രാവശ്യം കാല് വരെ ഇത്തവണ പിന്നെ രക്ഷയില്ലാതെ അവിടെ ജയിച്ചു പോകുന്നല്ലേ. അത് കോൺഗ്രസിലെ കാല് വരെയൊക്കെ കമ്മ്യൂണിസ്റ്റാണോ? അല്ലല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കൊന്നും അതിൽ ഗഡ്സില്ല. രാഹുൽ ഗാന്ധി ആകെ ഭയപ്പെടുക, ആരോ എന്തോ ചെയ്യുന്ന ഒരു ടുക്കും അറിയില്ല. KCB വേണമെങ്കിൽ പറയും പോലെ പണ്ട് നമ്മൾ ആലപ്പുഴക്കാൻ ജോർജ് എഴുതി കൊടുത്താണ് സോണിയാഗാന്ധി പറയുള്ളൂ. ഒരു ദിവസം ജോർജ് ഇല്ലെങ്കിൽ അന്ന് പുള്ളിക്ക് വയറുവേദനയാണ് സോണിയാഗാന്ധിക്ക്, കാരണം സ്വന്തമായിട്ട് അറിയില്ല. ഇപ്പൊ അത് അന്തോണി വെച്ച് ഇപ്പൊ KCB വേണമെങ്കിൽ വെച്ച് KCB കൂടി കോൺഗ്രസ് നശിപ്പിക്കും. ഇപ്പൊ ഈ കേരളവും കൂടി BJPയിലേക്ക് പോകും. 31, 36 ആകുമ്പോഴേക്കും 47 കേരളം മുസ്ലിം രാജ്യമാക്കുന്ന ചില തീവ്രവാദികൾ പറയേണ്ടെങ്കിലും 36 ആകുമ്പോഴേക്കും BJPയുടെ കയ്യിൽ കേരളമാവും.
അതിൻ്റെ എല്ലാ സൗകര്യവും KC വേണുഗോപാൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. വെള്ളാപ്പള്ളി പങ്കെടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്നുമാണ് കാര്യത്തിൽ. അതിന് പ്രധാന കാരണം, മെയിൻ റീസൺ ഈ മുസ്ലിം ലീഗിൻ്റെ പേരാണ്. അതവർക്ക് മനസ്സിലാകാത്ത കാലം എനിക്കൊന്നും പറയാനില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും പെണുങ്ങിയും പറഞ്ഞു. ഞങ്ങൾ 16 സീറ്റ് മലപ്പുറത്ത് കിട്ടി. ഞാൻ പറഞ്ഞത് എത്ര നിങ്ങൾ സീറ്റ് കിട്ടിയത് നിങ്ങൾ ജാതിയുടെ ലിസ്റ്റിൽ കാണാൻ പറ്റുള്ളൂ നിങ്ങളെ മറ്റ് ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് വളർച്ചയുണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കാത്തത്. ഇനിയിപ്പോൾ ആര് മുഖ്യം ആക്കണമെന്നാണ് പറയേണ്ടത്? സതീഷ് ആക്കാൻ ഒരിക്കലും സതീഷ് ആക്കാൻ സമ്മതിക്കില്ല. ഇവിടെ മറ്റേ ഗ്രൂപ്പ് സമ്മതിക്കില്ല, പിന്നെ ഹൈക്കമാൻഡ് സമ്മതിക്കില്ല. KC വേണൽ ആക്കുന്നതോടെ കേരള കേരള UDF തീരുകയും ചെയ്യും. പിന്നെ ആരെ പറഞ്ഞു സതീഷ് ആക്കിയിട്ടും കാര്യമില്ല. വെള്ളാപ്പള്ളിയുടെ മുമ്പിൽ മുട്ടുകുത്തുകൊണ്ടൊക്കെ ആക്കിയിട്ട് എന്താ കാര്യമല്ലേ? ഇനി പിന്നെ ആകെ ആക്കാനുള്ളത് നായ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് നായ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു കാര്യം ഒന്ന് കേട്ട്, പിന്നെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും സതീഷ് അനുകൂലമല്ലെന്ന്. സുകുമാരൻ നായർക്ക് വെള്ളാപ്പള്ളിയും കേരളത്തിൽ എത്ര വോട്ടുണ്ട് UDF? വെള്ളാപ്പള്ളിയുടെ ജാതിയുടെ 85-90% വോട്ട് LDF പോകുന്നത്. 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് വെള്ളാപ്പള്ളിയുടെ കിട്ടുന്നത് UDF. അവൽ 100 ആൾ വന്ന 1 വോട്ടാണ് സുകുമാരപ്പള്ളിയുടെ കിട്ടുന്നത്. ആ 1 വോട്ട് 2 വോട്ട് കിട്ടുന്നവർക്ക് ഇഷ്ടമല്ലാന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആക്കാതിരിക്കണോ? ആക്കാതിരിക്കണ്ട. പക്ഷെ ആക്കാതിരിക്കുന്ന നിങ്ങൾക്ക് ഗഡ്സ് വേണം. ഗഡ്സില്ല. അതിൽ പ്രധാന കാരണം മുസ്ലിം ലീഗിൻ്റെ ഇത് തന്നെയാണ്. വെള്ളാപ്പള്ളിക്ക് ഇത്രയും പറയാൻ അവസരം കൊടുക്കുന്നത്. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ പേര് മുസ്ലിം മാറ്റിയാലും ഈ വിമർശിക്കുന്ന ആൾക്കാർ വിമർശിക്കും. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ വളഞ്ഞു പോകണ്ട, നിവർന്നെന്ന് പറയാം. ഇതിപ്പോൾ വെള്ളാപ്പള്ളി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് നിവർന്ന് പറയാൻ പറ്റില്ല. അതിന് മുസ്ലിം പേരാണ്, ജാതി പേരാണ്. ഞാൻ വീണ്ടും അത് മുസ്ലിം ആയതുകൊണ്ടല്ല, ജാതി പേരുകൊണ്ടാണ്. ആ ജാതി പേര് മാറ്റി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ കോൺഗ്രസ് നിങ്ങൾക്ക് ആദ്യം ചോദിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഈ നിലക്ക് മുന്നോട്ട് പോകണം. ഇപ്പം നിങ്ങൾ 102 സീറ്റ് കിട്ടി. മുസ്ലിം ലീഗിൻ്റെ വോട്ടൊന്നുമില്ല. മുസ്ലിം ലീഗ് വോട്ടും കിട്ടിയിട്ടുണ്ട്, അത് സംശയം വോട്ടുമില്ല. ബാക്കി മുസ്ലിങ്ങളുടെ വോട്ടാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, 4 വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 വോട്ടുമാണ് ആ മുസ്ലിങ്ങളുടെ, ഈ നായരുടെയും ചോൻ്റെയും മാപ്പിളയുടെയും വിലേൻ്റെയും ഒക്കെ. ബാക്കി 3 വോട്ടും കിട്ടിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ കേരളത്തിൽ. അതിൽ വേണമെങ്കിൽ 1 വോട്ട് പോലും ലീഗിൻ്റെ ഇല്ല. 3/4 വോട്ടിൽ താഴെയുള്ള ലീഗിൻ്റെ. ബാക്കി 2.25 വോട്ടും മുസ്ലിങ്ങൾ തന്നെ നോൺ മുസ്ലിം ലീഗിൻ്റെയാണ്. 2.25 വോട്ട് ഇപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് മുസ്ലിം ലീഗിൻ്റെ വാലായിട്ട് പോണത്? നിങ്ങൾക്ക് ധൈര്യം വേണ്ടി പറയണം. മുസ്ലിം ലീഗ് പേര് മാറ്റി നിങ്ങൾ പാർട്ടി മുന്നണി വിട്ടു പോകാതെ പറഞ്ഞു നോക്കണോ? ആകാശം എഴുതുന്നറിയട്ടെ, ഒരു ആകാശം അടിച്ചു വരില്ല. മുസ്ലിം ലീഗിൻ്റെ പേര് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് മാറാമെന്ന് നിങ്ങൾ പരസ്യമായിട്ട് തങ്ങളെ കുഞ്ഞാക്കാൻ വിളിച്ചു പറയാം. ഒരു സമയം നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പം ഇരട്ടി കൂടെ വോട്ട് ഇപ്പത് കിട്ടും. പിന്നെ ഇപ്പോൾ ഷാഫി പറമ്പിൽ വളർന്നു വന്നപ്പോൾ ഷാഫി പറയുമ്പോൾ ഒതുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചില വിരോധികളൊക്കെ ഉണ്ട്. ലീഗിന് നല്ല അടിയാണ് കിട്ടി ഷാഫി പറമ്പിൽ. ഇപ്പോൾ ലീഗിന് മിണ്ടാൻ പറ്റുന്ന അവസ്ഥയായി. പോടാന്ന് പറഞ്ഞപ്പോൾ തീർന്നില്ല വരികള്. ബാക്കി 80 വോട്ടുണ്ട്, സുഖമായിട്ട് ഭരിക്കാം. ലീഗ് വിചാരിച്ചാൽ ഈ മറ്റു മുല്ല ആരും കിട്ടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല. അത് അപ്പോഴും 36-ഉം 22-ഉം എത്ര ഒരു 36, 22, 36, 46, 48, 36, 20, 58, 60 പോയിട്ട് 11, 13 വോട്ട് വീണ്ടും വേണം. 13 വോട്ടിൽ ഈ UDF മറ്റ് ഘടകകക്ഷികൾ വരാണെങ്കിൽ കിട്ടും. ഈ നിലക്ക് വന്നില്ലെങ്കിൽ ലീഗിന് ഞങ്ങൾ കൂട്ടു തെറ്റി. ഇനി ആ 13 ഘടകകക്ഷികൾ മറ്റുള്ള പലരും പുറത്ത് വേണമെങ്കിൽ കോൺഗ്രസും പറ്റും. അപ്പം ആകെ കൂടി ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. ഈ പുകമറ സൃഷ്ടിക്കുന്നതിൻ്റെയൊക്കെ പര്യായം അല്ലെങ്കിൽ ദ്വയാർത്ഥം അല്ലെങ്കിൽ രൂഹത എന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അല്ല വളരുന്നത്. BJP വളർന്ന സമയത്താണ്. BJP വളർത്താനുള്ള ഒരു അടവ് തന്ത്രമാണ് ഇവർ ഹൈക്കമാൻഡും ഈ ലോ കമാൻഡും കൂടി ചെയ്യുന്നത്. പഞ്ചാബിലും മറ്റേ ആന്ധ്രയിലും മറ്റേ സ്ഥലത്തൊക്കെ പോയില്ല, കാശ്മീർ ആസാമിൽ കൊടുത്ത പോലെ കേരളത്തിലും BJP കളികൾക്കാണ്. അവർക്കെന്താ കാശ് കിട്ടിയ പോരെ. ബട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം, സമയം വൈകുന്നുണ്ട്. കൊക്കോകോള ഇവിടെ വന്നപ്പോഴേ സോഡ കമ്പനി പറഞ്ഞറിയോ, നിങ്ങൾ എത്ര മുടക്കിയിട്ടുണ്ട് അതിന് ഇരട്ടി പൈസ.
പ്ലസ് 10% ക്യാഷ് തരും. നിങ്ങൾക്കൊരു ഏജൻസി തരാം. എൻ്റെ ഈ കടയിലേക്ക് സാധനം മൊത്തം പകുതി വില കിട്ടാതെ ഞാൻ കൊടുത്തുപോയില്ലേ. ഇത് ഇരട്ടി വില തരാം, 10% എക്സ്ട്രാ നിങ്ങൾക്ക് ഏജൻസി തരാം. അങ്ങനെ എല്ലാം നിന്നുപോയി. അതുപോലെയാണ് ഇപ്പം ഗുജറാത്തിൽ കോൺഗ്രസ് ഇല്ല. എന്താണ് ഇടപക്ഷം BJP വന്നാൽ നിങ്ങൾക്ക് എന്താ വേണ്ട, കാശ് എത്ര വേണ്ട, ഇത്ര കോടിയാണ് പറഞ്ഞു അതൊക്കെ നിങ്ങളെന്താ പാടുപെടും. അപ്പോൾ കാശ് അത് കിട്ടി, പിന്നെ എന്തിനും പാടുപെട്ട് സമരം ചെയ്തും വെടികൊണ്ട് പോണത് ഇല്ല. പ്രതിപക്ഷമില്ല, കോൺഗ്രസ് ഇല്ല. ആസാമിൽ തന്നെയാണ്, ബംഗാളിൽ തന്നെയാണ്, ഇപ്പം കേരളത്തിൽ തന്നെ വരും. അസം BJPയുടെ ആധിപത്യത്തിൽ വരും. ഇതാണ് ഇവരെല്ലാം നിൽക്കുന്നത്. അത് ഇനിയെങ്കിലും മുസ്ലിം ലീഗ് നിങ്ങളായിട്ട് BJP ഒന്ന് പരാതി പറയിപ്പിക്കല്ലേ. അത് നിങ്ങളെ പേര് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.